കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ച് നമ്മെ നടത്തുന്ന, കരുതുന്ന, സഹായിക്കുന്ന, ശക്തീകരിക്കുന്ന, ബലം കൽപ്പിക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അവിടുന്ന് നമ്മുടെ ദൈവമാണ്. അവിടുന്ന് നമ്മളെ ഉദ്ധരിക്കുന്നവനാണ്. നമ്മുടെ രക്ഷയാകുന്ന ദൈവമെന്നാണ് 62-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏത് കാലഘട്ടത്തിൽ അവിടുത്തെ മുൻപാകെ അടുത്തു വന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിൻ്റെ അവകാശം അവിടുന്ന് തന്നതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കുമെന്ന് ഭക്തൻ പറഞ്ഞതുപോലെ കാത്തിരിക്കുവാൻ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, കാത്തിരിക്കുന്നവർ ശക്തരായിത്തീരും, അവർ അടുത്ത തലത്തിലേക്ക് ഉയരും. ഒരിക്കലും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ആരും പരാജയപ്പെട്ടിട്ടില്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നോക്കൂ. 22-ാം സങ്കീർത്തനം പറയുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തിങ്കൽ ആശ്രയിച്ചു, അവരാശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. ആശ്രയിക്കുന്നവരെ വിടുവിക്കുന്ന സർവശക്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഇന്ന് പകലിലും അവിടുത്തെ മുൻപാകെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, ദൈവമേ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ, അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം, വനങ്ങളുടെ തോലുരിക്കുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ശബ്ദം, സകലത്തിന്മേലും ജയം കൽപ്പിക്കുന്ന ശബ്ദം ഈ പകൽ വെളിപ്പെട്ടു വരിക. ആ ശബ്ദം പുറപ്പെട്ടു കഴിഞ്ഞാൽ ലോകത്തിലൊരു ശക്തിക്കും അതിനെ തടയാൻ പറ്റില്ല. യോബിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ദൈവം തൻ്റെ നാദം അതിശയമായി മുഴക്കുന്നു. നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത വൻ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ശബ്ദത്തിനായി ഇന്ന് പകൽ നന്ദിയോടെ ഒന്ന് സ്തോത്രം ചെയ്യാമോ സഹോദരങ്ങളെ? ആ ശബ്ദം നമുക്ക് വേണ്ടി മുഴങ്ങുകയാണ്. സാധ്യങ്ങളെ സാധ്യമാക്കാൻ, നടപ്പിലാകത്തില്ലെന്ന് പറയുന്ന വിഷയത്തിന്മേൽ പൂർത്തീകരണം വരുത്തുവാൻ ദൈവശബ്ദം ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി വെളിപ്പെടുന്നു. എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയും? ഈ ശബ്ദം നമ്മുടെ നിരാശ അകറ്റുന്നതാണ്. മാനുഷികമായി ഒത്തിരി ശബ്ദങ്ങൾ നമ്മളെ വേദനയിലേക്ക് കൊണ്ടുപോകുന്നു. നോക്കൂ, 12 സംവത്സരം രക്തസ്രവമായുള്ള സ്ത്രീ ഡോക്ടേഴ്സിനാൽ പരീക്ഷിക്കപ്പെടുക മാത്രമല്ല, അനേക സംസാരങ്ങൾ അവളെ വേദനിപ്പിച്ചു. പലതും കേട്ട അവൾ ഭയപരവശയായി എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ യേശുവിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ അവിടെ ഭയം മാറുകയാണ്. പിന്നെ അവിടെ എഴുതിയിരിക്കുന്നു, താൻ രക്ഷപ്പെടുമെന്ന് വിശ്വസിച്ചു. ഇന്ന് പകൽ ദൈവശബ്ദം കേൾക്കുന്ന ഒറ്റ വ്യക്തിയും 12 സംവത്സരമാകട്ടെ, 18 ആകട്ടെ, 38 ആകട്ടെ, ഏത് സംവത്സരങ്ങളും പഴകിയ വിഷയങ്ങൾ ഈ പകൽ വിടുതലോടെ നയിക്കാൻ, ശക്തിയോടെ കൊണ്ടുവരാൻ, ബലത്തോടെ നിർത്താൻ എൻ്റെ ദൈവത്തിനും പ്ലാനുണ്ട്. വിശ്വസിക്കുന്നവർ ഒന്ന് സ്തോത്രം ചെയ്യൂ. ദൈവശബ്ദം നിങ്ങൾക്ക് വേണ്ടി മുഴങ്ങുന്ന പകൽക്കാലമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സംവത്സരങ്ങൾ കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. നാളുകളായല്ലോ, ഇതിൽ നിന്നൊരു വിടുതലുണ്ടാകുമോ? എപ്പോൾ പുറത്തു വരും? സാധ്യതകൾ കാണുന്നില്ല. പക്ഷേ യേശുവിൻ്റെ വർത്തമാനം, ആ ശബ്ദം നിങ്ങളുടെ അകത്തേക്ക് വ്യാപരിക്കുമെങ്കിൽ, പഴകിയതിനെ പുതുമയോടെ പുറത്തു കൊണ്ടുവന്ന ജീവനോടെ നിർത്തുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരം യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഈ ദൂത് ഏറ്റെടുക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം നമുക്ക് സുപരിതമാണല്ലോ. പിതാക്കന്മാരെ
ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. സ്നേഹത്തിൻ്റെ അപ്പോസ്തലനാണ് യോഹന്നാൻ. യേശുവിൻ്റെ മാർവോട് ചേർന്നണഞ്ഞ അവിടുത്തെ സ്പന്ദനങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയ, അനുഭവത്തിൻ്റെ ഏടുകളിലൂടെ പോയ ഡൊമേഷ്യൻ ചക്രവർത്തി പുറത്ത് കൊണ്ടുവരത്തില്ലെന്ന് പറഞ്ഞ് പത്മോസിലേക്ക് എടുത്തെറിയപ്പെട്ട, പക്ഷെ ആത്മശക്തിയോടെ പുറത്ത് കൊണ്ടുവന്ന, വെളിപ്പാട് പുസ്തകമായി പുറത്ത് വന്ന് ലോകത്തിന് ലോക സാമ്രാജ്യങ്ങളുടെ ചരിത്രങ്ങളെ കീറിമുറിക്കുമാറ് ഡൊമീഷ്യൻ പൂട്ടിയതിനെ തുറന്നു വിടുന്ന ഒരു കർത്താവുണ്ടെന്ന് ലോകത്തിന് വെളിപ്പെടുത്തിയ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ പ്രബോധിപ്പിക്കുന്ന വാക്യങ്ങളാണ് നമ്മൾ കേട്ടത്. നമുക്കറിയാം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. തൻ്റെ ലേഖനങ്ങളൊക്കെ വളരെ ശക്തമാണ്. ദൈവപുത്രനെ ഉയർത്തുന്ന യേശു ദൈവപുത്രനാണെന്നും യേശു രാജാവാണെന്നും അവിടുത്തെ പ്രവർത്തികൾ അത്യുത്തമമാണെന്നും വെളിപ്പെടുത്തുന്ന ലേഖനങ്ങളും സുവിശേഷവുമൊക്കെ വളരെ ശ്രേഷ്ഠമാണ് പ്രിയരെ. നമുക്കറിയാം, ഇനിയും നടക്കേണ്ട സംഭവങ്ങൾ യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. നമ്മുടെ ചിന്ത, യോഹന്നാൻ പറയുകയാണ്, പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകണം. നമ്മളെപ്പറ്റി പരിശുദ്ധാത്മാവ് പറയുന്നത് നമ്മൾ ശക്തരാവണം. പലപ്പോഴും ശക്തി ചോരുമ്പോൾ നമുക്ക് നിവർന്നു നിൽക്കാൻ പറ്റില്ല. ശക്തി ചോരുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നു. ശക്തി ചോരുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ചെയ്യാൻ കഴിയാതെ വണ്ണം നിരാശയ്ക്കകത്തേക്ക് മാറിപ്പോകുന്നു. ഇവിടെ പരിശുദ്ധാത്മാവിന് പറയാനുള്ള, ബാല്യക്കാരെ എന്ന് പറയുമ്പോൾ ആത്മശക്തിയോടെ ഞാൻ വിളിച്ചു പറയട്ടെ, ആത്മീയ ശുശ്രൂഷയിലേക്ക് വന്ന, അല്ലെങ്കിൽ ആത്മമണ്ഡലത്തിലേക്ക് വന്ന, പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുന്ന ബാല്യകാലത്തിലേക്ക് ഞാൻ ഒന്ന് കൊണ്ടുവരികയാണ്. ആ ഒരു ചിന്തയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആത്മീയ ബാല്യത്തിൽ മുമ്പോട്ട് മൂവ് ചെയ്യുമ്പോൾ പ്രാർത്ഥനയിൽ തുടക്കത്തിൽ ഒക്കെ ഉള്ള പ്രിയപ്പെട്ടവരോട് പറയുന്നു, എന്നിട്ട് താൻ അഭിസംബോധന ചെയ്യുന്ന പിതാക്കന്മാരെ, ഇച്ചൂടെ പക്വതയുള്ള, അത്രൂടെ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിവുള്ള ആത്മീയ മെച്യൂരിറ്റിയിലേക്ക് വന്നവരോടും പറയുന്നു, നമ്മളെല്ലാം ശക്തരാകണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ദൈവവചനം നമ്മുടെ അകത്ത് വസിക്കണം. പ്രിയ സഹോദരങ്ങളെ, വചനം നമ്മുടെ അകത്ത് വസിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശക്തരാകുകയാണ്, ദുഷ്ടശക്തികളെ ജയിക്കുകയാണ്. അവിടെ ഇരിക്കുന്നു, നിങ്ങൾ ശക്തരാകിയാലും വചനം നിങ്ങളുടെ അകത്തുള്ളതിനാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാൽ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ജയിക്കുവാനുള്ള സകല അന്ധകാര മണ്ഡലങ്ങൾ, ദുഷ്ടാത്മസേനകൾ ഒക്കെയുണ്ട്. ഇതിനെ ജയിക്കണമെങ്കിൽ വചനത്തിൻ്റെ ശക്തി ഉപയോഗിക്കണം. ദുഷ്ടൻ്റെ തീയമ്പുകളെ ഒക്കെ കെടുക്കേണ്ടതിന് അത് ബാല്യക്കാരോടും യൗവനക്കാരോടും പിതാക്കന്മാരോടും എല്ലാവരോടും ദൈവത്തിൻ്റെ ആത്മാവിന് ഇന്ന് പകൽ പറയാനുള്ള സന്ദേശം, വചനത്തിൻ്റെ ശക്തിയാൽ ദുഷ്ടൻ്റെ തീ അമ്പുകളെ കെടുക്കുവാൻ വചനം നമ്മൾ ഉപയോഗിക്കണം. വചനത്താൽ ചിലതിനെ വെട്ടണം. വചനത്തിന് ഭയങ്കര പവറാണ്. വചനം നമ്മുടെ അകത്ത് ഉണ്ടെങ്കിൽ പ്രതികൂലങ്ങളും തിരകളും ഓളങ്ങളും വരുമ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ വചനം പറയും, ഭയപ്പെടേണ്ട. വചനം പറയും, ദൈവം കൂടെയുണ്ട്. വചനം പറയും, മരണത്തെ ജയിച്ചവൻ വിളിച്ചു പറയുന്നു എന്ന ശബ്ദം വചനം നമ്മെ കേൾപ്പിക്കും. സ്തോത്രം. വചനത്താൽ ശക്തരാകാൻ സൗഖ്യമാക്കുന്ന വചനം നമ്മുടെ അകത്ത് വ്യാപരിക്കണം. അത് ആത്മാവിലേക്ക് ചെല്ലും, സദ്യകളിലേക്ക് ചെല്ലും, മജ്ജകളിലേക്ക് ചെല്ലും. ഇന്ന് പകൽ ആർക്കും ചെല്ലാൻ പറ്റാത്തയിടത്തേക്ക് അതിവേഗമോടുന്ന വചനത്തിൻ്റെ ശക്തി സകല ദുഷ്ടസിംഹാസനങ്ങളെയും തകർക്കാൻ കഴിവുള്ളതാണ്. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ, യേശുവിനെ പരീക്ഷിക്കുവാൻ പിശാച് വന്നപ്പോൾ യേശു വചനത്തിൻ്റെ ശക്തിയാൽ അതിനെ ജയിക്കുകയാണ്. ഇന്ന് പകൽ പൈശാചിക
പൈശാചിക മേഖലകളെ, നാളുകളായി അടച്ചിട്ട മണ്ഡലങ്ങളെ, നിന്നെ നിരാശപ്പെടുത്തുന്ന ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ ചെവിയിൽ മന്ത്രിക്കുന്ന, ബലത്തെ ചോർത്തിക്കളയുന്ന ദുഷ്ടശക്തികളെ ജയിക്കണമെങ്കിൽ വചനത്തിൻ്റെ ശക്തി നിന്റെ കൂടാരത്തിൻ്റെ അകത്ത് വ്യാപരിക്കട്ടെ. നിലനിൽക്കുന്ന വചനം, സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ട വചനം, ഉരുക്കുന്ന വചനം, കാര്യം സാധിപ്പിക്കുന്ന വചനം, ഈ പകൽ കുഴികളിൽ നിന്ന് വിടുവിക്കുന്ന വചനം നിങ്ങളുടെ അകത്തേക്ക് വ്യാപരിക്കുമെങ്കിൽ ഏതൊക്കെ കോട്ടകളുണ്ടോ അതിനെ തകർക്കുന്ന ഒരു അതോറിറ്റി ആ വചനത്തിലൂടെ വെളിപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ വചനത്താൽ ഇന്ന് പകൽ ജയിക്കാൻ കഴിയണം. ദൈവവചനത്തിൻ്റെ ശക്തി നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. സകല തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തിൻ്റെ ശക്തിയാൽ മാറുകയാണ്. നിരാശകൾ മാറുകയാണ്. നടക്കും പ്രിയരെ, നമ്മൾ കാണും. വിളിച്ചു പറ, യെസ്, എനിക്ക് ഒന്നും അസാധ്യമല്ല, സാധ്യമാക്കുന്നവൻ എൻ്റെ കൂടെയുണ്ട്. യെസ്, ഇരമ്യാവിനോട് ദൈവം പറഞ്ഞില്ലേ, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു. ഇരമ്യാവേ, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. തളർന്നിരിക്കുന്നവരോട് പറയുന്നു, നിങ്ങൾ ശക്തരാവണം. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകണം. ഈ കാലഘട്ടത്തിൽ നിൽക്കണമെങ്കിൽ ഒരമിത ബലം പ്രാപിച്ച് ശക്തരായി മുമ്പോട്ട് പോകണം. തളർത്തുന്നതിനെ കണ്ട് നിരാശപ്പെട്ട് എനിക്ക് കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടാനല്ല, മൂവ് ചെയ്യാൻ നിങ്ങൾ ശക്തരാവണം. നിങ്ങളെ കൊണ്ട് നടക്കും. ശക്തീകരിക്കുന്നവർ നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ടല്ലേ പൗലോസ് ശ്ലീഹയെ നോക്കി പിശാച് പറഞ്ഞില്ലേ, നിനക്കിനി എഴുന്നേൽക്കാൻ പറ്റില്ല. റോമിലെ കാരാഗൃഹത്തിലല്ലേ കിടക്കുന്നത്, നല്ല തണുപ്പുണ്ട്, ശുശ്രൂഷ തീർന്നു. നോ, പൗലോസ് വിട്ടുകൊടുത്തില്ല. പൗലോസ് വചനം വിളിച്ചു പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. നടക്കത്തില്ലെന്ന് പറയുമ്പോൾ, യെസ് പ്രിയ കുഞ്ഞ്, നിന്നെ കൊണ്ടത് നടക്കും. നീ അങ്ങനെ ഇരിക്കേണ്ടവനല്ല. നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നീ വിളിച്ചു പറ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും പടക്കൂട്ടമുണ്ട്. പക്ഷേ ഞാൻ ദൈവത്താൽ അതിനെ നേരിടാൻ തയ്യാറാണ്. അതിലുണ്ട് തടസ്സങ്ങളുണ്ട്, പക്ഷേ എൻ്റെ ദൈവത്താൽ ഞാനത് ചാടിക്കടക്കാൻ തയ്യാറുണ്ട്. വചനത്തിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ വ്യാപരിക്കട്ടെ. സർവശക്തനായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ ശക്തരാകട്ടെ. വചനത്താൽ ദൂഷ്ടനെ ചാവിട്ടി മേധിച്ച കരിച്ചു കളയുന്ന അഭിഷേകത്തിൻ്റെ ശക്തി ഈ വചനത്തിലൂടെ പുറത്തു വരട്ടെ. ആത്മാവിൽ ഞങ്ങൾ ശക്തിയോടെ നിൽക്കട്ടെ. വചനത്തിൽ ആശ്രയിക്കുന്നവർക്ക് ലജ്ജിച്ചു പോകാൻ സംഗതിയാകത്തില്ലെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നിങ്ങളുടെ വചനത്തെ ഞങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നു പിതാവേ. ആ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ അതിവേഗം ചില വിഷയങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. വചനത്താൽ ദുഷ്ടശക്തികളെ ജയിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇന്ന് പകൽ എഴുന്നേൽക്കാൻ തയ്യാറാകൂ. ഈ വചനങ്ങളെല്ലാം അവിടുന്ന് സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ് ബിജു മാത്യു.